അസ്സലാമു അലൈക്കും. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗതു വലൗ കുന്തും ഫീ ബുറൂജിൻ മുസയ്യദ. ബഹുമാന്യരെ, ജീവിതത്തിൽ അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയൊരു നിയമത്താണ് സമയം. സമയത്തെ ഉപയോഗപ്പെടുത്തിയിട്ടാണ് നമ്മൾ പഠിച്ച് മിടുക്കരാകുന്നതും ജോലി ചെയ്ത് സമ്പാദിക്കുന്നതും യാത്ര ചെയ്ത് അനുഭവങ്ങൾ ഉണ്ടാകുന്നതുമൊക്കെ സമയത്തെ ഉപയോഗപ്പെടുത്തിയിട്ടാണ്. നമുക്ക് അനുവദിച്ച സമയം തീരുമ്പോൾ നമ്മൾ മരിച്ചു പോവുകയും ചെയ്യും. അതിനുള്ളൊരു പ്രത്യേകത, നമുക്ക് അനുവദിച്ചത് എത്രയാണെന്ന് നമുക്കറിയില്ല. നമ്മൾ സമയം ഉപയോഗിച്ചു കൊണ്ടേയിരിക്കുന്നു. പക്ഷേ ആ ഉപയോഗിക്കുന്ന സമയം എപ്പോൾ, ഏത് നിമിഷം, എവിടെ വച്ച് നമ്മുടെ സമയം അവസാനിക്കുന്നു എന്ന് നമുക്കറിയില്ല. ഇന്ന് ഗതാഗത രംഗത്ത്, വാർത്താവിനിമയ രംഗത്ത്, ശാസ്ത്ര സാങ്കേതിക വിദ്യയിലൊക്കെ ഏറെ മികച്ച ഒരു കാലത്ത് ജീവിക്കാൻ ഭാഗ്യം കിട്ടിയവരാണ് നമ്മൾ. പക്ഷെ എന്നാലും മരണഭയം പൊതുവെ മനുഷ്യനെ അലട്ടുന്ന ഒന്നാണ്. അത് പറയുന്നതും അത് കേൾക്കുന്നതും തന്നെ ഏറെക്കുറെ ഒരു അസംതൃപ്തിയുള്ളൊരു സംഗതിയാണ്. യാഥാർത്ഥ്യമാണ്, നമുക്കാർക്കും നിഷേധിക്കാൻ കഴിയാത്തതാണ്, നമ്മളൊക്കെ അനുഭവിച്ച് തീരേണ്ടവരുമാണ്. പക്ഷേ ഈ സമയം അവസാനിക്കുന്ന അറിയിപ്പ് വരുമ്പോൾ നമ്മൾ ഇവിടുന്ന് തിരിച്ച് നടത്തത്തിൻ്റെ ആരംഭം കുറിക്കുമ്പോൾ അള്ളാഹ് പറയുന്നുണ്ട്, മനുഷ്യരാവശ്യപ്പെടുന്നൊരാവശ്യം പറയുന്നുണ്ട്. റബ്ബി ലൗലാ അഖർതനി ഇല അജലിൻ ഖരീബിൻ. അള്ളാഹുവേ, അല്പം കൂടി സമയം അനുവദിച്ച് തരികയാണെങ്കിൽ, അല്പം കൂടി നീ എന്നെ പിന്തിപ്പിക്കുകയാണെങ്കിൽ, എൻ്റെ സമയം അനുവദിക്കുന്ന സമയം ഒന്നുകൂടി നീ അലോട്ട് ചെയ്ത് തരികയാണെങ്കിൽ എന്തു ചെയ്യും? ഞാൻ ധർമ്മം ചെയ്യുകയും സാലിഹീങ്ങളുടെ കൂട്ടത്തിലായിത്തീരുകയും ചെയ്യും. ഇതിന് വേണ്ടിയാണ് അല്പസമയം കൂടി ആവശ്യപ്പെടുന്നത്. അതല്ലാതെ IPL കാണാൻ വേണ്ടിയിട്ടോ ISL കാണാൻ വേണ്ടിയിട്ടോ മകൻ്റെ കുടിയിരിക്കൽ നടത്തി കാണാൻ വേണ്ടിയിട്ടോ അല്ല ആവശ്യപ്പെടുന്നത് കിട്ടിയ സമയത്ത് ഞാൻ കാര്യമായിട്ടൊന്നും ഉപയോഗിച്ചിട്ടില്ല, അമൽ സാലിഹാത്തുകൾ ഞാൻ കാര്യമായി മുന്നേറിയിട്ടില്ല, ഇനി അല്പസമയം നീ എനിക്ക് നീട്ടിത്തന്നാൽ ഞാനിനി അത് രണ്ടിലും മുന്നേറും എന്നാവശ്യപ്പെടുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ ആവശ്യപ്പെടുന്നത് അനുവദിച്ച് കിട്ടിയ സമയത്ത് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് തന്നെ ശൂന്യത അനുഭവപ്പെടുമ്പോഴാണ് ഇത്ര കാലം ഉണ്ടായിട്ടും ഞാൻ കാര്യമായിട്ടൊന്നും ചെയ്തില്ല എന്ന് നമുക്ക് തോന്നുന്നത്. ഉപയോഗപ്പെടുത്തിയില്ല. ഇപ്പോൾ റമളാൻ മാസത്തിലാണ്. അപ്പോൾ എനിക്ക് കിട്ടിയ സമയം ഞാൻ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ അമലുസാലിഹാത്തില്ലാത്ത, സമയത്തെ ഫലപ്രദമായി തൻ്റെ ആത്മീയതയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താത്ത ആളുകൾക്കൊക്കെ മരണഭയമുണ്ടാകുമെന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുമുണ്ട്. ഖുർആൻ പറയുന്നുണ്ട്, ജൂത വിഭാഗം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവർത്തിച്ച് പറയുന്നൊരു സംഗതി, ഞങ്ങളൊന്നും അല്ലാഹ് നരകത്തിലിടൂല, ഞങ്ങൾ അല്ലാഹ്ക്ക് പ്രിയപ്പെട്ടവരാണ്, നഹനു അബ്നാഉല്ലാഹി വ അഹിബ്ബാഉഹു, അല്ലാഹ്ക്ക് പ്രിയപ്പെട്ടവരാണ് ഞങ്ങൾ. വേറെ ആയത്തുകൾ ഖുർആനിലുണ്ട്, തമസ്സന നാറ ഇല്ല അയ്യാമം മഅദൂദ, നരകത്തിൽ ഇടുകയാണെങ്കിൽ തന്നെ പേരിനൊന്നിട്ട് 1-2 ദിവസം നരകത്തിലിട്ട് ഞങ്ങളെ കയറ്റും.
ഞങ്ങളൊന്നും അള്ളാഹ് അങ്ങനെ ശിക്ഷിക്കില്ല, ഞങ്ങൾ വേണ്ടപ്പെട്ടവരാണ്. അപ്പോൾ അള്ളാഹു അതിനവരോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഖുൽ ഇൻ കാനത്ത് ലക്കുമു ദാറുൽ ആഖിറ ഇൻദല്ലാഹി ഖാലിസ. അള്ളാഹുവിൻ്റെ അടുത്ത് അവൻ്റെ പരലോക ഭവനം നിങ്ങൾക്ക് വേണ്ടി തയ്യാർ ചെയ്തതാണെങ്കിൽ, നിങ്ങൾക്കവിടെ എല്ലാ സൗകര്യങ്ങളും പടച്ചറബ് ഒരുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, ഫതമന്നൗ അൽ മൗത്ത, നിങ്ങൾക്ക് മരിക്കാൻ ആഗ്രഹിച്ചുകൂടെ? ഈ ദുനിയാവിലെ കെടുതികളും പരീക്ഷണങ്ങളും പ്രയാസങ്ങളൊക്കെ സഹിച്ച് എന്തിന് ജീവിക്കണം? കിട്ടിയാൽ മരിച്ചു കിട്ടിയാൽ അനശ്വരമായ സ്വർഗത്തിൻ്റെ അധിപന്മാരായി നിങ്ങൾ മാറുമെങ്കിൽ ഈ ദുനിയാവിലെ പീഡാവസ്ഥകൾ സഹിച്ചുകൊണ്ട് ജീവിക്കണോ? ആണ് മരിച്ചൂടെ എന്ന് അള്ളാഹ് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അള്ളാഹു തന്നെ പറയുന്നുണ്ട്, വലൻ യതമന്നൗഹു അബദം ബിമാ ഖദ്ദമത് ഐദീഹിം. അവരുടെ കൈകൾ ചെയ്തത് നിമിത്തം അവർക്കങ്ങനെ മരിക്കാൻ ആഗ്രഹിക്കാൻ കഴിയില്ല. കാരണം നമ്മുടെ ജീവിത യാത്രയിൽ നമ്മൾ ചെയ്തു കൂട്ടിയ പ്രവർത്തനങ്ങൾ എന്താണോ, പ്ലസ് ആണോ മൈനസ് ആണോ, അത് നമുക്ക് അനുകൂലമായി വരുമോ പ്രതികൂലമായി വരുമോ, അതിനനുസരിച്ചുണ്ടാകും ഒരു മനുഷ്യൻ്റെ ആറ്റിറ്റ്യൂഡ് എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഹിറ്റ്ലർ ലോകത്തെ വിറപ്പിച്ചൊരു മനുഷ്യനാണ്. അവസാനം തൻ്റെ രാജ്യത്ത് റഷ്യൻ പട കയറി നിരങ്ങുന്നു എന്ന് തോന്നിയപ്പോൾ അവസാനം ബങ്കറിൽ കയറി ഒളിച്ചിരുന്നിട്ട് എന്നിട്ട് സമാധാനമല്ല, പിടിക്കുമോ, ഈ ബങ്കറും സൈന്യം കീഴടക്കുക തോന്നിയപ്പോൾ സൈന്യത്തോട് സൈനൈഡ് ഗുളികകൾ എമ്പാടും കൊണ്ടുവരിച്ചു വെച്ചു. കാരണം പിടിക്കും തോന്നിയാൽ കുടിച്ച് ആത്മഹത്യ ചെയ്യാനാണ്. എന്നിട്ട് അദ്ദേഹം ചെയ്തത്, ഈ സൈനൈഡ് ഗുളികൻ്റെ ഡൂപ്ലി ഉണ്ടോ എന്നറിയില്ലല്ലോ, അതുകൊണ്ട് തൻ്റെ വളർത്തു നായക്ക് ആ ഗുളിക കൊടുത്ത് ഉറപ്പ് വരുത്തി. നിമിഷങ്ങളെ കൊണ്ട് ആ നായ പെടഞ്ഞാണ് ചാവുകയാണ്. അങ്ങനെ ഒന്നും രണ്ടും അല്ല, ഒന്നാകെ ഈ ഗുളികൾ കൊണ്ടുവച്ചിട്ട് അവസാനം അയാൾക്ക് തോന്നി അതും ശരിയാവില്ല, അയാൾക്ക് ഉറക്കം വരുന്നില്ല. അയാൾ ആ ബങ്കറിൽ എല്ലാ സുരക്ഷിതത്വം ഉണ്ടെങ്കിൽ പോലും അയാളുടെ സമാധാനം നഷ്ടപ്പെട്ടു പോയി. കാരണം മരണഭയം എന്ന് പറയുന്നൊരു സംഗതി, അവസാനം അയാൾ തലയിലേക്ക് നേരെ വെടിവെച്ചുകൊണ്ടാണ് അവസാനം മരിച്ചു പോകുന്നത്. അപ്പോൾ അവിടെ ഞാൻ പറയുന്ന എന്താ, നിങ്ങൾ അമൽ സാലിഹാത്ത് ചെയ്യാത്ത മനുഷ്യർക്കൊക്കെ മരണത്തെക്കുറിച്ച് ഭയപ്പാടുകൾ ഉണ്ടാകും. കാരണം എത്രയോ ആളുകളെ കൊന്ന ആളുകൾക്ക് അറിയാലോ തിരിച്ച് നമുക്ക് ഒരിക്കൽ കിട്ടും. അപ്പം അതിനുള്ളൊരു നെഞ്ചുറപ്പ് വേണ്ടേ മനുഷ്യന്, പക്ഷേ ആ ഉറപ്പ് കിട്ടുന്നില്ല. അവിടെ ഈ ദുന്യാവിനോടുള്ള അടങ്ങാത്ത മനുഷ്യൻ്റെ ഒരു അനുരാഗം, അത് കർമ്മപുസ്തകത്തിൽ രേഖപ്പെടുത്താനുള്ള അമലുകളുടെ തോത് കുറക്കുകയാണ്. പണ്ട് ഹാറൂൺ റഷീദ് ഒരു യാത്രക്കിടെ ഒരു നായാട്ടിനിടയിൽ ഒറ്റപ്പെട്ടു പോയപ്പോൾ ദാഹജലത്തിന് വേണ്ടി വല്ലാതെ പ്രയാസപ്പെട്ടു. അങ്ങനെ ഒരു ലേശം വെള്ളം കിട്ടാൻ വേണ്ടി എത്തിപ്പെട്ട ഒരു വീട്ടുകാരോട് ലേശം വെള്ളം ചോദിച്ചപ്പോൾ ഈ ദാഹം കൊണ്ട് മരിച്ചു പോകുന്നുള്ള അവസ്ഥയിൽ അയാൾ എത്തിയത്. ഇതിന് നിങ്ങൾ എന്ത് വില തരുമെന്ന് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഈ ഒരു വെള്ളത്തിന് നിങ്ങൾ എന്തു തരും? എന്തും തരും. അവസാനം അദ്ദേഹം പറയും, എൻ്റെ രാജ്യത്തിൻ്റെ പകുതി വരെ ഞാൻ കൊടുക്കാൻ റെഡിയാണ്. പ്രവിശാലമായ രാജ്യത്തിൻ്റെ പകുതി അധികാരം കൊടുത്താൽ ഇപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കിട്ടുമെങ്കിൽ കൊടുക്കും. ആ വെള്ളം കുടിച്ചു കഴിഞ്ഞപ്പോൾ അവർ ചോദിച്ചു, ഇനി ഇത് മൂത്രമായിട്ട് പുറത്തേക്ക് വന്നില്ലെങ്കിലോ? കുടിച്ച വെള്ളം അവിടെ കെട്ടി നിൽക്കുകയാണ്, അത് പുറത്തേക്ക് വിസർജ്യമായി പോരുന്നില്ലെങ്കിലോ? അപ്പോൾ ഹാറൂൺ റഷീദ് പറഞ്ഞു, ബാക്കിയുള്ള പകുതി രാജ്യം കൂടി അവനാണ് കൊടുക്കുന്നത്, അത് പുറത്തേക്ക് എടുക്കുന്നവൻ. അപ്പോൾ ഇയാൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, അപ്പം നിങ്ങളുടെ ഈ അധികാരമൊക്കെ ഒരു ഗ്ലാസ് വെള്ളത്തിൻ്റെ വിലയേ ഉള്ളൂ. നിങ്ങൾ ഈ വെട്ടിപ്പിടിച്ചുണ്ടാക്കിയ ഈ രാജ്യത്തിൻ്റെ വിസ്തൃതി ഇത്രയൊക്കെ ഉണ്ടെങ്കിലും ഒരു ഗ്ലാസ് വെള്ളത്തിൻ്റെ വിലയേ ഉള്ളൂ എന്ന് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ അത്രയും നിസാരമാണ് ദുന്യാവെന്ന് തോന്നുമ്പോഴാണ് അതിനേക്കാൾ സൗകര്യങ്ങളുള്ള മൂല്യവത്തായ ഒരു വിശ്വാസി തേടിപ്പിടിക്കേണ്ട സ്വർഗത്തിനു വേണ്ടി പണിയെടുക്കുന്നത്. ഇവിടുത്തെ സമയങ്ങളും ഇവിടുത്തെ അധ്വാനങ്ങളും അതിനു വേണ്ടി ചെലവഴിക്കാൻ തോന്നുമ്പോഴാണ് അള്ളാഹു പറയുന്നുണ്ട്, മനുഷ്യരുടെ അവസ്ഥ
വലതജിദന്നഹും അഹ്റസന്നാസി അലാ ഹയാത്തിൻ. മനുഷ്യരുടെ കൂട്ടത്തിൽ ജീവിതത്തിൽ ഏറ്റവും കൊതിയുള്ളത് ജൂതന്മാർക്കാണ്, പിന്നെ മുശ്രിക്കീങ്ങൾക്കാണ്. അല്ലാഹ് എത്രത്തോളം പറഞ്ഞാൽ നിങ്ങൾ അവരാഗ്രഹിക്കുന്ന ആഗ്രഹം എന്താണ്? 1000 കൊല്ലം, അതാ ലൗ യുഅമ്മറു അൽഫ സനത്തിൻ, ഈ ഭൂമിയിൽ 1000 കൊല്ലം ജീവിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ അതാണ് മഹാസൗഭാഗ്യം എന്ന് കരുതുന്നവരവരാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇന്ന് അവരെ മാത്രം പറയാൻ കഴിയുമോ? ജീവിതത്തിൽ നമുക്കൊക്കെ ആഗ്രഹിക്കുന്ന എമ്പാടും ആയുസ് കിട്ടി നല്ല സൗകര്യങ്ങളോടുകൂടി ജീവിക്കുക എന്നുള്ളത് നമ്മളൊക്കെ കൊതിക്കുന്നൊരു സംഗതിയല്ലേ. ഉമർ റളിയല്ലാഹു അൻഹു തൻ്റെ 63 വയസ്സ് പൂർത്തിയായ ആ വർഷത്തിലെ ഹജ്ജ് കഴിഞ്ഞിട്ട്, അമീറാണല്ലോ, അയാളാണല്ലോ ഖലീഫ, ഹജ്ജിന് നേതൃത്വം കൊടുത്ത് ഹജ്ജ് പ്രശ്നങ്ങളില്ലാതെ ആ വർഷത്തെ ഹജ്ജ് കഴിഞ്ഞപ്പോൾ 2 കൈയും ഇങ്ങനെ പെരടിയിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് മണലിങ്ങനെ മലർന്നിങ്ങനെ കിടന്നു. കാരണം ഈ കൊല്ലത്തെ ഹജ്ജ് കഴിഞ്ഞല്ലോ, ഒരു പ്രശ്നങ്ങളില്ലാതെ ഒരു ഹജ്ജ് ശാന്തമായി നടന്നല്ലോ. എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നൊരു വാക്കുണ്ട്, അല്ലാഹുവേ, എൻ്റെ കൂട്ടുകാരൻ അബൂബക്കർ സിദ്ദീഖും എൻ്റെ വഴികാട്ടിയായ റസൂലുള്ളാഹിയും മരിച്ചു പോയത് 63-ാമത്തെ വയസ്സിലാണ്. എനിക്കും 63 വയസ്സായി. ഇനി നീ എന്നെ തിരിച്ചു വിളിക്കണേ. ഇനി അധികം ദുനിയാവിൽ എനിക്ക് വേണ്ട. കാരണം ഇതോടുകൂടിയതാ ഒരു വലിയ കടമ്പ കഴിഞ്ഞു, ഒരു ഹജ്ജ് കൂടി സമാപിച്ചു. എന്നെ തിരിച്ചു വിളിക്കണേ എന്ന് പറയുന്നൊരു മരിക്കാൻ ആഗ്രഹിക്കുകയല്ല, ജീവിതത്തിൻ്റെ ആശകൾ നിയന്ത്രിതമാകുക. ഈ മതി. നിങ്ങൾ ആലോചിച്ച് നോക്കി, വാരിപ്പുണർന്ന് അധികാര കസേരയിൽ ഉറപ്പിക്കാൻ വേണ്ടി പെടാപ്പാടുപെടുന്ന മനുഷ്യന്മാരെത്ര നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പറയൽ ഇങ്ങനെ കൊഞ്ഞയായിട്ടും ശബ്ദിക്കാൻ കഴിയാതായിട്ടും പിന്നെയും അധികാരത്തിൽ കടിച്ചു തൂങ്ങാനും മത്സരത്തിൽ തൻ്റെ പങ്കാളിത്തം ഉറപ്പിക്കാനൊക്കെ പാടുപെടുന്ന ആളുകൾ എത്ര ഉണ്ട്. അടുത്ത തലമുറ വന്നോട്ടെ, അവരധികാരം വാഴട്ടെ എന്നല്ല ചിന്തിക്കുക. ആ ചക്കരക്കുടത്തിൽ കൈയിട്ട് നക്കി ശീലിച്ചപ്പോൾ അതിങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ എത്രയുണ്ട്. അവിടെയാണ് ഇത്തരം പ്രവിശാലമായ സാമ്രാജ്യത്തിൻ്റെ അധിപൻ അള്ളാഹുവിനോട് പറയുന്നത്, അടുത്ത ഹജ്ജ് ആകുന്നതിന് മുമ്പ് കുത്തേറ്റ് ഉമർ റളിയല്ലാഹു മരിക്കുന്നുണ്ട്. വിഷയം ഞാൻ പറയുന്നത്, കർമ്മപുസ്തകത്തിൽ എമ്പാടും നമുക്ക് പോയിന്റുകൾ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് മരണത്തിൽ ഭയപ്പെടാൻ ഇസ്ലാമൊട്ട് പറഞ്ഞിട്ടുമില്ലല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, റസൂലുള്ളാഹിയുടെ ഒരു വചനത്തിൽ പോലും മരണത്തെ പേടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടില്ല. കാരണം പേടിച്ചത് കൊണ്ട് ഇല്ലാതാകുന്നൊരു പ്രതിഭാസമല്ല മരണം. മരണം ജീവൻ പോലെ, നമ്മുടെ ജീവിതം പോലെ ഉറപ്പുള്ള ഒന്നാണ് നമുക്കൊക്കെ വരുന്ന മരണം. അതിൻ്റെ തീയതിയും സ്ഥലവും സമയവും കൈഫിയത്തൊന്നും അറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് റസൂലുള്ളാഹി നമ്മുടെ ആകെ ഓർമ്മിപ്പിച്ചൊരു വാക്ക്, അക്സിറു ദിക്റ ഹാദിമൽ ലദ്ദാത്ത്, എല്ലാ സുഖങ്ങളെയും ഹനിച്ചു കളയുന്ന ആ മരണത്തെക്കുറിച്ച് നിങ്ങൾ ഓർക്കണം കേട്ടോ എന്നാ സൂചിപ്പിച്ച്. അക്സിറു, അധികരിപ്പിക്കണം. നിങ്ങൾ മരണത്തെക്കുറിച്ചുള്ള ചിന്ത അധികരിക്കുമ്പോൾ എന്താ ഉണ്ടാകുക? നിങ്ങൾ ബാങ്ക് ബാലൻസ് കുറഞ്ഞാലും അമലു സാലിഹാത്ത് കൂടും. മറ്റേ മരണചിന്ത കുറയുമ്പോൾ ബാലൻസ് കൂടും. എങ്ങനെയും പൈസ ഉണ്ടാക്കുക, തലമുറകൾ ജീവിക്കണ്ടേ, മക്കളൊക്കെ ജീവിക്കണ്ടേ, നമ്മൾ ഉണ്ടാക്കണ്ടേ എന്ന തോന്നലിൽ ഹക്കും ബാത്തിലും ഹലാലും ഹറാമൊന്നും വലിയൊരു പ്രതിസന്ധിയായിട്ടോ തടസ്സമായിട്ടോ വരില്ല. മറിച്ച് മരണഭയം ഉണ്ടാകുമ്പോൾ അവൻ്റെ മനസ്സിലുണ്ടാവുമ്പോൾ എങ്ങനെ ചെയ്താൽ എൻ്റെ കാര്യം രക്ഷപ്പെടില്ലല്ലോ, മരിച്ചു പോയിട്ട് ഇത് കണക്ക് കൊടുക്കണ്ടേ, ഹക്കായി തന്നെ ചെയ്താൽ തന്നെ അറിയാത്തത് പെടും. ഇനി ഹക്കല്ലാത്തൊരു മാർഗത്തിലൂടെ ഞാൻ ചെയ്താൽ എനിക്കറിയാലോ ഈ വഴി ശരിയല്ല, പിന്നെ എനിക്കത് ചെയ്യാൻ പാടില്ലല്ലോ എന്ന് തോന്നുമ്പോൾ അവൻ്റെ മീസാനിൽ കനം തൂങ്ങും. ദുന്യാവിൽ ചിലപ്പോൾ അല്പം ശുഷ്കമായിട്ടുണ്ടെങ്കിൽ പോലും. അവിടെയാണ് ഖുർആൻ സൂചിപ്പിക്കുന്നത്, മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇതൊരു യാഥാർത്ഥ്യമാണ്. ആലോചിച്ച് നോക്കൂ, നമ്മൾ ഇപ്പോൾ വാപ്പ മക്കളുടെ മയ്യത്ത് കൊണ്ടുപോയിട്ടുണ്ടാവും, ഭാര്യയുടെ മയ്യത്ത് ഭർത്താവ് ഏറ്റിപ്പോയിട്ട് ചിലപ്പോൾ അവരും ഭാര്യയും തമ്മിൽ 10 വയസ്സിൻ്റെയൊക്കെ ഡിഫറൻസ് ഉണ്ടാവും. പക്ഷേ ഭാര്യയുടെ മയ്യത്തിന് ഭർത്താവ് സാക്ഷിയായിട്ടുണ്ടാവും. നമ്മളെ മയ്യത്ത് ഏറ്റേണ്ട മക്കളുടെ മയ്യത്ത് പിതാക്കൾ ഏറ്റിക്കൊണ്ട് പോയിട്ടുണ്ടാവും. കാരണം അറബിയിൽ മരണത്തെക്കുറിച്ച് പറയുന്നൊരു പുസ്തകത്തിൻ്റെ തുടക്കം തന്നെ എന്താ, ലാ യർഹമു,
സഗീറൻ വലാ യുഅഖിർ കബീറൻ. മരണം ഒരു ചെറിയവരോടും ബഹുമാനവും കാണിക്കില്ല, ഒരു പ്രായം ചെന്നവരോട് ആദരിക്കില്ല. അതിൽ ലിംഗവ്യത്യാസമില്ല, അതിൽ വലിപ്പച്ചെറുപ്പമില്ല, പണക്കാരനോ പണിക്കാരനോ വ്യത്യാസമില്ല. ആരെയും മരണം പിടികൂടും. നല്ല ആരോഗ്യമുള്ള മനുഷ്യനെ മരണം പിടികൂടും. അത് സ്വാഭാവികമായൊരു സംഗതിയാണ്. ഇപ്പോൾ ഈ നോമ്പിന് ഒരു രക്ഷിതാവ് അയാളെ മകനോട് സ്കൂൾ വിട്ട് വന്നു, ഉച്ചവരെയുള്ളൂ സ്കൂള് വിട്ട് വന്നപ്പോൾ മോനെ നിസ്കരിച്ചാളാ 2-2:30 ആ പറഞ്ഞതിന് പോയിട്ട് ഷാളെടുത്ത് തൂങ്ങി മരിച്ചു. 7ാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു കുട്ടിയാണ്. അപ്പോൾ അന്നാണ് എനിക്ക് ആ നാട്ടിലൊരു ക്ലാസ്. അപ്പം ഞാൻ പറഞ്ഞു 2 രൂപത്തിൽ മരണം സംഭവിക്കും. ഒന്ന് അള്ളാഹുവിൻ്റെ ഖദറാണ്, രണ്ടാമത്തെ നമ്മളിപ്പോൾ കത്തിയെടുത്താണ് കുത്തി അല്ലെങ്കിൽ കയറെടുത്തും ഷാളെടുത്താണ് തൂങ്ങി ജീവനാണ് കളയുമ്പോൾ അള്ളാഹു അതോടുകൂടി മരണമാണ് കണക്കാക്കുകയാണ്. നമ്മൾ സബബിനെ അന്വേഷിച്ച് ചെല്ലുകയാണ്, നമ്മൾ കാരണം അന്വേഷിച്ച് ചെല്ലുകയാണ്. അപ്പോൾ അങ്ങനെ തൂങ്ങുമ്പോൾ അള്ളാഹ് അതോടുകൂടി മരണമാണ് കണക്കാക്കുകയാണ്. നിങ്ങൾ നോക്കൂ, അവൻ്റെ കൂട്ടുകാരുടെ ഇടയിൽ വെച്ച് മോനെ നിസ്കരിക്കണമെന്ന് പറഞ്ഞതിനാണ് പോയി തൂങ്ങിയാണ് മരിക്കുന്നത്. ഞാൻ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ 2 രൂപത്തിൽ മരണം വരും. പക്ഷേ ഒരു മരണം നമ്മൾ ഈ ഓർക്കാത്ത സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിൻ്റെ കിയാമം വരുന്നത് തന്നെ പറഞ്ഞത് എങ്ങനെയാണ്? നിങ്ങൾ പാല അകിടിൽ നിന്ന് കറന്നെടുത്തവന് വായിലേക്ക് വെക്കാൻ കഴിയില്ല, വസ്ത്രങ്ങൾ നിവർത്തിപ്പിടിച്ച മനുഷ്യന് ഉടുക്കാൻ കഴിയില്ല. അത്രയും ഞൊടിയിടയിൽ ലോകത്തിൻ്റെ കിയാമം സംഭവിക്കുന്നതാണ്. ഒരുപാട് ലക്ഷങ്ങളൊക്കെ എണ്ണിപ്പറഞ്ഞാലും വളരെ പെട്ടെന്ന് മനുഷ്യൻ്റെ മരണം ഖുർആൻ പറയുന്നുണ്ട്. നിങ്ങൾ രാവിലെ ലുഹൻ വഹും യൽ അബൂൻ, രാവിലെ നല്ല വ്യായാമം ചെയ്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മരണം വരും. വൈകുന്നേരം പ്രശ്നങ്ങളൊന്നുമില്ലാതെ നിങ്ങൾ കിടന്നുറങ്ങുന്ന സമയത്തും നിങ്ങൾക്ക് മരണം വരും. അതാ കമ്മിൻ സാക്കിനിൻ ഇൻദ സബാഹി ബിഖസ്രിഹി വഇൻദൽ മസാ ഖദ് കാന മിൻ സാക്കിനിൽ ഖബ്രി. ഇത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ കൊട്ടാരത്തിൽ നിന്ന് എഴുന്നേൽക്കുന്ന മനുഷ്യൻ ആരോഗ്യവാനാണ്, ഒരു പ്രശ്നമില്ല. പക്ഷേ വൈകുന്നേരമാകുമ്പോഴേക്ക് അവൻ ഖബറിലെത്തിയിട്ടുണ്ടാവും. എന്നാൽ രോഗികളായി മരണം കാത്തുകിടക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. ചിലപ്പോൾ ബന്ധുക്കൾ പോലും ഒന്ന് മരിച്ചു കിട്ടിയെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അതാണ്ട് കെട്ടടങ്ങിയാൽ അവർക്ക് സ്വതന്ത്രമായി ജോലിക്ക് പോവാം, ഒരുപാട് കാര്യങ്ങളൊക്കെ നടത്താം. പക്ഷേ ഇതിവിടെ ഉള്ളത് കൊണ്ട് അവർക്ക് തടസ്സമാണ്. പക്ഷേ അയാൾ ആ ഷഹീനം മിനദ്ദഹിരി, കൊല്ലങ്ങളോളം ജീവിക്കാൻ, ജീവൻ്റെ ശ്വാസോച്ഛ്വാസം നിലക്കാത്തത് കൊണ്ട് ജീവിച്ചു പോകുന്നു. എന്നാലോ നല്ല ആരോഗ്യമുള്ള മനുഷ്യർ മരിച്ചു പോവുകയും ചെയ്യുന്നുണ്ടല്ലോ എന്ന് സൂചിപ്പിക്കുകയാണ്. അവിടെയാണ് തഴവ ഉസ്താദ് പണ്ട് എഴുതി വച്ചിട്ടുണ്ടല്ലോ, കുതിരപ്പുറത്ത് സവാരി ചെയ്തവരല്ലേ, ശവമഞ്ച യാത്രയും ചെയ്തതത്ഭുതമല്ലേ എന്ന് മവാഹിബുൽ ജലീൽ അദ്ദേഹം ചോദിക്കുന്നുണ്ട്. വലിയ കുതിരപ്പുറത്തൊക്കെ നല്ല അഭ്യാസം നടത്താൻ കഴിയുന്ന മനുഷ്യൻ, അത്രയും നല്ല ആരോഗ്യമുള്ള മനുഷ്യൻ ഇപ്പോൾ ശവമഞ്ചത്തിൽ എന്നിട്ടോ മണിമേട മുകളിൽ ഉല്ലസിച്ചവരല്ലേ? അയാൾ അന്ന് ചോദിക്കുന്നൊരു ചോദ്യമാണ്, മണ്ണിൻ്റെ കീഴിൽ പെട്ടതത്ഭുതമല്ലേ? വലിയ മണിമാളിക പണിത് അതിൻ്റെ സൗധത്തിൻ്റെ സാരഥിയായി ജീവിതം തുടങ്ങുമ്പോഴാണ് പെട്ടെന്ന് മണ്ണിനടിയിലേക്കാണ് പോകുന്നത്. ആ പോകുന്ന അവസ്ഥയെക്കുറിച്ചാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇപ്പം നമ്മൾ ഒരു 10-25 കൊല്ലം പഠിച്ച് ഉന്നത സർട്ടിഫിക്കറ്റൊക്കെ വാങ്ങി 1-2 കൊല്ലം ജോലിക്കൊക്കെ അപ്ലൈ ചെയ്ത് നല്ലൊരു ജോലി കിട്ടി. ആ ജോലി കിട്ടിക്കഴിഞ്ഞാൽ തന്നെ പിന്നെ ആ സർട്ടിഫിക്കറ്റൊക്കെ സർവീസ് ബുക്കിൽ എൻട്രി ചെയ്തതോടുകൂടി അതിനൊക്കെ വില പോയി. ഞാൻ ഏതൊക്കെ സർട്ടിഫിക്കറ്റ് എനിക്കുണ്ടെങ്കിൽ എൻ്റെ സർവീസ് ബുക്കിൽ അതൊക്കെ വരവ് വെച്ചാൽ പിന്നെ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. എന്താ ഉള്ളത്? ആ സർവീസ് ബുക്കാണ്. പിരിഞ്ഞു കഴിഞ്ഞാൽ സർവീസ് ബുക്കും വിലയില്ലാതായി കഴിഞ്ഞു. അതൊരു മൂല്യം അവിടെ കിടക്കും. ഹെഡ് മാസ്റ്റർ ആണെങ്കിൽ ഈ ഓഫീസിലുണ്ടാവും, സാധാ ടീച്ചേഴ്സ് ആണെങ്കിൽ സ്കൂളിൽ ഒരു കടലാസിൽ മൂലയെ കെട്ടിക്കിടക്കും, അവിടെ കിടക്കും. പിന്നെ ബാക്കിയുള്ള പിന്നെ കുറേ കടലാസുകളൊക്കെ ഉണ്ടാവുമല്ലോ,
അത് നമ്മളെ മരണത്തോട് മക്കൾ കുറച്ചൊക്കെ വല്യാപ്പാൻ്റെ ഓർമ്മക്ക് വേണ്ടി ഇങ്ങനെ വെക്കും. വല്യാപ്പാൻ്റെ PG സർട്ടിഫിക്കറ്റ്, വല്യാപ്പാൻ്റെ SLC ബുക്ക്. പിന്നെ ഇതൊരു പഴഞ്ച ആർക്കാ പോയി പുരാവസ്തുവിനോട് താല്പര്യമുള്ള നിങ്ങൾ ആലോചിച്ച് നോക്കി, അതൊക്കെയാണ് കത്തിക്കും ചെയ്യും, അതോടെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഈ അധ്വാനം സമയത്തെ ഉപയോഗപ്പെടുത്തുന്നത് പലതിനു വേണ്ടിയാണ്. അതൊക്കെ ഓരോ കാലികമായി അതിൻ്റെ പ്രസക്തി ചിലതൊക്കെ അത് കഴിയുമ്പോഴേ ഉണ്ടാവും. മറിച്ച് നമ്മൾ അറിയണം, എനിക്ക് കിട്ടിയ സമയത്തിൽ എൻ്റെ സമയം കവർന്നെടുക്കുന്നതിൽ പരലോകത്തേക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് എന്ന ഒരു ചിന്ത നമ്മളെ ത്രസിപ്പിക്കുമ്പോൾ കർമ്മപുസ്തകത്തിലേക്ക് കനം തൂങ്ങുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടായിത്തീരും എന്നർത്ഥം. അങ്ങനെ വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നാട്ടിൽ പല ആളുകളും അത്യാവശ്യം ജീവിച്ചൊക്കെ ഇവിടെ തൊഴിൽ ചെയ്ത് പോകുന്ന ആളുകളും ഗൾഫിലേക്ക് പോകും. കാരണം ആളുകൾ പറയും, ഒരു ഗൾഫ് പോയെങ്കിൽ വീടുണ്ടാക്കാൻ കഴിയുള്ളൂ, ഇവിടെ നിന്നാൽ ജീവിച്ച് പോവാം, ജീവിച്ചിപ്പോൾ അൽഹംദുലില്ലാ അങ്ങനെ ജീവിച്ച് പോകാം, പക്ഷേ ഒരു വീടുണ്ടാക്കാനുള്ള കാശ് സ്വരൂപിക്കണമെങ്കിൽ ഗൾഫിൽ പോകണം, അല്ലെങ്കിൽ മകളെ ഒന്ന് കെട്ടിക്കണമെങ്കിൽ ഗൾഫിൽ പോകണം. ആളുകൾ പറയുന്ന ഓരോ ചെറിയ ചെറിയ ആവശ്യങ്ങളാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇവിടെ നമ്മൾ ജീവിക്കുന്നത് 60 70 അല്ലെങ്കിൽ അള്ളാഹു അനുവദിച്ച അതിൽ കൂടുതലോ ആയുസ് ജീവിക്കും. ആ ജീവിക്കാനുള്ള വീടിനാണ് 4 5 കൊല്ലമൊക്കെ പ്രവാസിയായി ആളുകൾ സമ്പാദിക്കുന്നത്. ആയിക്കോട്ടെ, അത് തെറ്റൊന്നുമല്ല. പക്ഷെ അനന്തമായ കാലത്തെ ജീവിതത്തിന് വേണ്ടി അവിടുത്തെ വീടൊരുക്കാൻ, അതിൽ സൗകര്യങ്ങളൊരുക്കാൻ, അവിടെ നല്ലൊരു വീട് തന്നെ സമ്പാദിക്കാൻ എന്ത് പ്രയത്നമാണ് ഈ ജീവിതയാത്രയിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. കാരണം ആ ചിന്ത നമ്മൾക്ക് വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മളിവിടെ എന്തൊക്കെ നേടി വലിയ ആളായി ആളുകൾക്കിടയിലേക്ക് അറിയപ്പെടുന്ന ആളായി പോയാലും പടച്ച റബ്ബ് പറയുന്നൊരു വാക്കുണ്ട്, നമ്മൾ ഈ ലോകത്ത് നിന്നാണ് മരിച്ചു തീരുമ്പോൾ വമാ ബക്കത്ത് അലൈഹി മുസമ, ആകാശം അവർക്ക് വേണ്ടി കരയില്ല കേട്ടോ, വല്ലർലു ഭൂമിയും കരയില്ല, വമാ കാനു മുള്ളരീൻ അവർക്കൊട്ട് സാവകാശം അനുവദിക്കില്ല. നിങ്ങൾ VIP ആയതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി നീട്ടിത്തരാമെന്നോ, നിങ്ങളെയൊക്കെ ഇപ്പം മരിപ്പിച്ചാലേ നമുക്ക് ബുദ്ധിമുട്ടാണെന്ന് ആൾക്ക് മരണത്തിന് അല്പം സാവകാശം കൊടുക്കൂല. അവർ മരിച്ചതുകൊണ്ട് പ്രകൃതിയുടെ ദൈനംദിന പ്രവർത്തനങ്ങളൊന്നും താളം തെറ്റുകയോ അതിനൊക്കെ എന്തെങ്കിലുമൊക്കെ പരിക്ക് പറ്റുകയോ ചെയ്യില്ല. പ്രകൃതി പിറ്റേന്നും അതിൻ്റെ താളക്രമത്തോടെ ചലിക്കും. നിങ്ങൾക്ക് വേണ്ടി ഒന്നും സംഭവിക്കൂല. നഷ്ടം നമുക്കിനി ഉണ്ടാവുള്ളൂ. ആ നഷ്ടം ലാഭകരമാവുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ചെയ്യേണ്ടുന്ന ഒരു സംഗതി എന്ന് പറയുമ്പോൾ, റളിയല്ലാഹു അൻഹു മരിക്കാൻ സമയത്ത് കൂടെ കൂട്ടിരിക്കുന്ന ഭാര്യ വിലപിച്ചുകൊണ്ട് കരയുന്നുണ്ട്, ഭർത്താവിൻ്റെ അവസാനമാണ് എന്ന് തോന്നിയപ്പോൾ ആ സമയത്ത് ബിലാൽ റളിയല്ലാഹു ചോദിക്കുന്ന ചോദ്യമുണ്ട്, നീ എന്തിനാ കരയുന്നത്? ഞാനാണല്ലോ മരിക്കുന്നത്, എന്നെ സംബന്ധിച്ച് പ്രശ്നമല്ല. അപ്പോൾ എന്തുകൊണ്ട് പ്രശ്നമില്ല എന്ന് ചോദിക്കാനുള്ള കാരണം പറഞ്ഞു, ഗദൻ നൽഖിയൽ അഹബ്ബ മുഹമ്മദൻ വസഹബ, നാളെ ഞാൻ പിന്നാൻ മരിച്ചാൽ, ഞാൻ ഇന്ന് ഇവിടെ വെച്ചാൽ മരിച്ചാൽ നാളെ ഞാൻ കണ്ടുമുട്ടുന്നത് എൻ്റെ കൂട്ടുകാരായ റസൂലുള്ളാഹിയും അനുയായികളെയാണ്. അവിടെയൊക്കെ ഞാൻ പോകുന്നത്. പിന്നെ ഞാനെന്തിനു ദുഃഖിക്കണം? അവരെ കണ്ട് ദീനെ സെറ്റ് ചെയ്ത് ജീവിതത്തെ പാകപ്പെടുത്തിയെടുത്ത ഞാൻ ഈ ലോകത്ത് ഞാൻ മരിക്കുമ്പോൾ നഷ്ടകരമായ ഒന്നുമില്ല എനിക്ക്. കാരണം നെൽക്കൽ അഹബ്ബ, ഏറ്റവും ഇഷ്ടപ്പെട്ടവരെ കാണാനാ പോകുന്നത്. അത് ഒന്നുകൂടിയും വിശദീകരിച്ചു, മുഹമ്മദ് നബിയെയും വസഹബഹു, അദ്ദേഹത്തിൻ്റെ അനുയായികളെയും കാണാനാണ്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് മരണം എനിക്കൊരു നഷ്ടമല്ല. അങ്ങനെ മരിച്ചു എന്നുള്ളൊരു ഖേദത്തിനിടയല്ല, അവരുടെ കൂട്ടത്തിലേക്കാണ് പോകുന്നത് എന്ന് പറയുന്നൊരു വാക്കുണ്ട്. അങ്ങനെ പറയുമ്പോൾ നമ്മൾ അറിയേണ്ട ഒരു സംഗതി എന്താ കാര്യങ്ങൾ, വിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തിയൊരു സംഗതി, ലാ തദ്രി നഫ്സുൻ ബി ഐ അർലിൻ തമൂത്ത്, എവിടെ വെച്ചുകൊണ്ടാണ് മരിക്കുക. ഇപ്പം നമ്മൾ ടെക്നോളജി എത്ര വികസിച്ചാലും മരണസമയമോ മരണസ്ഥലമോ പ്രവചിക്കാൻ കഴിയില്ല. അല്ലാഹ് പറഞ്ഞതാണ്, മനുഷ്യർക്ക് അറിയിച്ചു കൊടുക്കാത്തൊരറിവാണ് എവിടെ വെച്ച് മരിച്ചു പോകും.
കിതാബൻ മുഅജ്ജലൻ, എന്നാലോ അത് അവധി വെച്ച രേഖയുമാണ്. ഓരോ മനുഷ്യൻ്റെയും മരണം അതൊരു കമ്മട്ടല്ല, കൃത്യമായി രേഖയുണ്ട്. വഹും ലാ യുഫർരിത്തൂൻ, അതിനേൽപ്പിച്ച മലക്കുകൾ വീഴ്ച വരുത്താതെ ആ സമയത്ത് മരണം സംഭവിക്കുക തന്നെ ചെയ്യും. അത് വരുമ്പോൾ ലാ യസ്തതിഊന തൗസിയതൻ വലാ ഇലാ അഹ്ലിഹിം യർജിഊൻ. ഒന്ന് വസിയത്ത് ചെയ്യാൻ, മക്കളോടൊക്കെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് ഏൽപ്പിക്കാൻ, കിട്ടാനുള്ളതും കൊടുക്കാനുള്ളതൊക്കെ ഒന്ന് ബോധ്യപ്പെടുത്താൻ സമയം അനുവദിക്കുകയില്ല. അത് ലാ യസ്തതിഊന തൗസിയതൻ, ഒന്ന് വസിയത്ത് ചെയ്യാൻ, ഒരവസാനമായൊരു അന്തിമ അഭിലാഷങ്ങളൊന്ന് പങ്കുവെക്കാൻ, തൻ്റെ മനസ്സിൽ പറയേണ്ടതുണ്ടായിരുന്നു എന്ന് കരുതി പറയാത്തതായ സംഗതികളൊന്നും ആളുകൾ ഷെയർ ചെയ്യാൻ കഴിയില്ല. കുടുംബത്തിലേക്ക് മടങ്ങിപ്പോവാനും കഴിയില്ല. പിന്നെ നമ്മൾ ആലോചിച്ച് നോക്കൂ, മരണം പല രൂപത്തിലാണ്. ചില മരണത്തെ വളരെ ഭീകരമായി നമുക്ക് തോന്നും. ചില മരണങ്ങൾ വളരെ ചിരിച്ചുകൊണ്ട് മരിച്ചു പോയതായിട്ട്, എത്തല്ലേ വർത്താനം പറഞ്ഞതിനിടെ അയാൾ മരിച്ചുപോയി, ഇത്രയേ ഉള്ളൂ മനുഷ്യന്, അയാൾ അറിഞ്ഞിട്ട്. അപ്പോൾ ഈ മരണത്തിന് വേദന ഉണ്ട് എന്ന് പറയുന്നത് പിന്നെ എന്താണ്? അയാൾ ഇങ്ങനെ പറഞ്ഞുകാണ്ടാണ് മരിച്ചേക്കുകയാണല്ലോ എന്ന് പറയും. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കാളും നല്ല ഒരു മുത്തഖിയായ ഒരു മനുഷ്യൻ വേറെ നമുക്ക് റോൾ മോഡൽ ഇല്ലല്ലോ. ആ റസൂലുള്ള മരണത്തിൻ്റെ സമയത്ത് പറയുന്നൊരു വാക്കുണ്ട്, ഇന്നലിൽ മൗത്തില സക്കറാത്ത്, മരണത്തിനൊരു ലഹരിയുണ്ട് കേട്ടോ എന്ന്. അതിൻ്റെ ഭീതിദായകമായ അവസ്ഥയെ വെച്ചുകൊണ്ടാണ് റസൂലുള്ള പറയുന്നത് മരണത്തിനൊരു ലഹരിയുണ്ട് കേട്ടോ. ഖുർആൻ പറയുന്നുണ്ടല്ലോ, മനുഷ്യർ കാലുകളിട്ടടിക്കുകയും വഖീല മൻ റാഖ് വലന്ന അന്നഹുൽ ഫിറാഖ്, ഇത് വേർപാടാണ് എന്ന് തോന്നുകയും ആ വേർപാടിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ച് കാലുകൾ ഇങ്ങനെ തമ്മിലിട്ട് കൂട്ടിപ്പടഞ്ഞ് നെഞ്ചിങ്ങനെ ഉയർന്ന് ശ്വാസം കിട്ടാതെ വിമിഷ്ടപ്പെടുന്ന രംഗമൊക്കെ കാണുമ്പോൾ ഏറെക്കുറെ മരണത്തെക്കുറിച്ച് കണ്ട് അനുഭവമുള്ള ആളുകൾ പറഞ്ഞ ആൾ അടുത്തുനിന്ന് പോകണ്ടട്ടോ. ഇപ്പോഴല്ലേ ഹോസ്പിറ്റൽ മരണങ്ങളൊക്കെ വന്നത്, പണ്ടൊക്കെ വീട്ടിൽ നിന്നാണല്ലോ മനുഷ്യന്മാർ മരിക്കല്. അപ്പോൾ ആളുകൾ പറയും, ആ മക്കളൊന്നും പോണ്ട, ഇത് നാളെ നേരം വെളുക്കൂലട്ടോ എന്നൊക്കെ പറയൽ ആ ശ്വാസത്തിൻ്റെ ഗതിവിധികൾ കണ്ടുകൊണ്ടാ, അതിൻ്റെ ഉയർച്ചയും താഴ്ചയും കണ്ടുകൊണ്ടാ, ആ മിടിപ്പും കണ്ണിൻ്റെ നോട്ടവും അവിടെയാണ് സൂചിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ ഈ ലോകത്ത് നിന്ന് മരിക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, മരണം തന്നെ അനുഭവമാണ്. അത് രണ്ട് തരം അനുഭവങ്ങൾ. ഒന്ന്, വലൗ തറ ഇത് യതവഫല്ലദീന കഫറു അൽ മലായികത യദ്രിബൂന വുജൂഹഹും വഅദ്ബാറഹും. ഒരു സത്യനിഷേധി മരിക്കുമ്പോൾ അവൻ്റെ മുതുകിൽ അവൻ്റെ മുഖത്തും മലായിക്കത്തുകൾ അടിക്കുന്ന രംഗം പറയുന്നുണ്ട്. ഫീമ കുന്തും, എന്തായിപ്പോയി നിങ്ങളുടെ അവസ്ഥ എന്ന് ചോദിച്ചുകൊണ്ടുള്ള. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരവിശ്വാസി ഒരു 3-4 സ്ലീപ്പിംഗ് പിൽ ഉറക്ക ഗുളിക കഴിച്ചിട്ടാണ് ആത്മഹത്യ ചെയ്താൽ നമ്മൾ ഈ അടിക്കണതും നമ്മളെ കാഴ്ചയിൽ അതൊന്നും കാണൂലല്ലോ. ഓ സുഖമായിട്ട് കിടന്നാണ്ട് ഉറങ്ങി ആണ് മരിച്ച് രാവിലെ ബഡി മാതി നിൽക്കുന്നുണ്ടാവും ആൾ. കാരണം ഓന് നമ്മൾ ഇതെങ്ങനെയാണ് കാണുന്നത്? നമ്മുടെ കാഴ്ചയിൽ അനുഭവിക്കുന്നല്ല ഈ പറഞ്ഞത്. നമ്മുടെ കാഴ്ചയിൽ ഒരാൾ കഷ്ടപ്പെടുമ്പോൾ അയാൾക്കൊക്കെ ഈ ജാതി മരണം വന്നല്ലോ എന്നൊക്കെ നമ്മൾ പറയലുണ്ട്. അയാൾക്ക് ഇടങ്ങാറായി മരിച്ചാണ്, എന്തോ ഒരു നല്ല മനുഷ്യനായിരുന്നു. നമ്മളെ കാഴ്ചയിൽ ഇടങ്ങേറുണ്ടോ, നമ്മളെ കാഴ്ചയിൽ ഇടങ്ങേറില്ലേ എന്നുള്ളതല്ല മാനദണ്ഡം. മാനദണ്ഡം അയാൾ അനുഭവിക്കുന്ന അവസ്ഥയാണ്. ആ അവസ്ഥയാണ് ഖുർആൻ സൂചിപ്പിക്കുന്നത്. എന്ത്? ചിലർ ഇങ്ങനെയാണ് മരിക്കുന്നത്. എന്നാലോ യാ അയ്യത്തുഹൽ നഫ്സുൽ മുത്മഇന്ന, ശാന്തമായി മരിക്കാൻ വേണ്ടി ഇർജി ഇലാ റബ്ബികി റാളിയതൻ മർളിയ, വളരെ അല്ലാഹ് തൃപ്തിപ്പെട്ട ആത്മാവിൻ്റെ റൂഹ് പിടിക്കാൻ വരുമ്പോൾ സമാധാനത്തോടെ സമചിത്തതയോടെ ആ റൂഹ് പിടിക്കുന്ന രംഗവും വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആലോചിക്കേണ്ടുന്നൊരു സംഗതി, കഫാ ബിൽ മൗതി വാഇലൻ. റസൂലുള്ളാഹി പറയുന്നൊരു വാക്കുണ്ട്, ഒരു മനുഷ്യന് വയലൊന്നും ഒരുപാട് കേൾക്കണ്ട, ഒരുപാട് വയലൊന്നും വേണ്ട. എന്ത് മതി? മരണത്തെക്കുറിച്ച് ഓർത്താൽ അത് തന്നെയാണ് ഏറ്റവും വലിയ വയലെന്നാ. കഫാ ബിൽ മൗതി വാഇലൻ, ഉപദേശകനായി നിങ്ങളുടെ മരണം മതി കേട്ടോ. നമ്മൾ മുടി നിരക്കുമ്പോൾ അത് പെയിൻ്റ് അടിക്കും,
കാരണം എന്താ വെച്ചാൽ കറുത്തു എന്ന് അറിയുമ്പോൾ ബിസിനസ്സിലൊക്കെ പ്രശ്നമാണ്. ഇയാളൊന്ന് ഇപ്പം ഇനി കടം കൊടുത്താൽ കിട്ടൂലേ എന്നൊക്കെ പ്രശ്നം. അപ്പോൾ ഒക്കെ പെയിൻ്റ് അടിച്ച് ക്ലിയർ ആക്കുക. അങ്ങനെ ഇപ്പോൾ ലേശം കടയുള്ള ആളുകളൊക്കെ ഇപ്പോൾ നമ്മൾ നാട്ടിൽ ചെയ്യുന്നത് അങ്ങനെയാണല്ലോ. കടമൊക്കെ ഉണ്ടായാലും എന്ത് ഒരു ഉംറക്കാണ് പോകും, അല്ലെങ്കിൽ കാറൊന്നാണ് മാറ്റൂ. അപ്പോൾ ആൾക്കാർ പൈസ ഇല്ല പാരി ഇപ്പോൾ കാറ് മാറ്റുമോ, ഓൻ അങ്ങനെ പൊളിഞ്ഞിട്ടൊന്നും ഇല്ല എന്ന് പറയാനാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഉംറക്ക് പോയതുണ്ടല്ലോ നിങ്ങൾ, ഇപ്പോൾ പൈസ ഇല്ലാത്ത പോലെ ആരെങ്കിലും ഉംറക്ക് പോവോ എന്ന് ചോദിക്കുന്ന പോലെ നമ്മൾ നമ്മളെക്കുറിച്ചുള്ള ഒരു ധാരണ വളർത്തിയെടുക്കുകയാണ്. നമ്മൾക്കായിട്ടില്ല. കാരണം ശരീരത്തിൽ നോക്കുമ്പോൾ കൊളസ്ട്രോളും ഷുഗറും ഒക്കെ ഓൾ ബോഡി ചെക്കപ്പെടുത്തിയപ്പോൾ ഒക്കെ ഓക്കെയാണ്. എപ്പോഴൊന്നും ഇപ്പോൾ ഏതായാലും ഉണ്ടാവില്ല എന്ന് നമുക്കൊരു തോന്നൽ വരികയാണ്. പക്ഷേ അവിടെ ഉള്ളൊരു വിഷയം എന്താ വെച്ചാൽ, വിശുദ്ധ ഇസ്ലാമിൻ്റെ പ്രമാണം മരിക്കാൻ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. നമ്മൾ ചോദിക്കുന്ന ആൾ മരിച്ചു എന്തേന്ന് ചോദിക്കും. ഇപ്പം ഈ കൊറോണ കഴിഞ്ഞതിന് ശേഷം മനുഷ്യന്മാരിങ്ങനെ കുഴഞ്ഞു വീണ് മരിക്കുക. ഇത്ര ചെറുപ്പക്കാരാ കുഴഞ്ഞു വീണ് ഇങ്ങനെ മരിക്കണത്. നല്ല ആരോഗ്യമുള്ള ആളുകൾ അങ്ങനെ കുഴഞ്ഞു വീണ് മരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചോദിക്കുക, അപ്പോൾ നമ്മൾ സൈലൻ്റ് അറ്റാക്ക് ആയിരിക്കും. നമ്മൾ കാരണം പറയാൻ ജീവനുണ്ട് എങ്കിൽ ആളുകൾ മരിച്ചു പോകും. ആ മരിക്കുന്നതിന് മുമ്പ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആലോചിക്കേണ്ടത് എൻ്റെ ബാലൻസ് ഷീറ്റ് എന്താണ് എന്നുള്ള ചിന്തയാണ്. നമ്മളിങ്ങനെ ജീവിച്ച് പോകുമ്പോൾ അതങ്ങനെ കഴിയാണ് ഓഫായി പോകുന്നു, നമ്മളോട് സമയം അവസാനിക്കുന്നു. പക്ഷേ അവസാനിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥകൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഹാഫിൽ ബക്ക് ഇബ്രാഹിം എന്ന് പറഞ്ഞ കവി, അയാൾ മരിച്ചു കഴിഞ്ഞാൽ നാട്ടിലുള്ളൊരവസ്ഥയെ ഭാവനയിൽ കാണുന്നുണ്ട്. മരിച്ചു കഴിഞ്ഞപ്പോൾ ഉള്ളൊരവസ്ഥ അയാൾ പറയാണ്. അയാൾ മരിച്ചിട്ടില്ല, കവികൾ അങ്ങനെയാണല്ലോ, മരണാനന്തരം സംഭവിക്കുന്ന കാര്യങ്ങൾ മുൻകൂട്ടി പ്രവചിച്ചുകൊണ്ട് അയാൾ പറയാം, തമുറു അഖാരിബി ജനബാതു ഖബരി, എൻ്റെ ബന്ധുക്കൾ എൻ്റെ കബറിൻ്റെ അരികിലൂടെ നടന്നു പോകുന്നുണ്ട്. അന്ന് വാപ്പ മരിച്ചു അയാൾക്ക് മക്കളൊക്കെ അവിടെ കൊണ്ടുപോയി വലിയ കരഞ്ഞും പ്രാർത്ഥിച്ചൊക്കെ പോന്ന മക്കൾ പിന്നെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ എൻ്റെ കബറിൻ്റെ അരികിലൂടെ അവർ നടന്നു പോകുന്നുണ്ട്. ഓലിപ്പം എന്നെ പരിചയമില്ലാത്ത പോലെ നടക്കണം. ഇപ്പം അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നതന്നെയല്ല, എടാ നമ്മളെ വാപ്പ ആ കബറിലാണ്, അവിടെയുള്ളത്, അവിടെ ഒന്ന് പോയി നോക്കുക എന്നുള്ള ഒരു പരിചയമില്ലാത്ത ആളുകൾ നടന്നു പോകുന്ന പോലെ അവരെന്നെ കവച്ചു വെച്ച് നടന്നു പോകുന്നുണ്ട്. മാലി എന്നാൽ സമ്പത്ത് അനന്തരാവകാശികൾ കൃത്യമായിട്ട് ഓരി വെച്ചിട്ടുണ്ട്. വാപ്പ മരിച്ചോടുകൂടി ഓരോ ബാങ്കിൽ അവിടെ എത്ര ഉണ്ട്, ഭൂസ്വത്ത് ഇങ്ങനെ ഉണ്ട്, ഷോപ്പിംഗ് മാൾ ഇന്ന ഉണ്ട്, അതൊക്കെ എങ്ങനെയൊക്കെയാണ് ഓരി വെക്കേണ്ടി കൃത്യമായിട്ട് ഓരി വെച്ചിട്ടുണ്ട്. എന്നാലോ എൻ്റെ കടം വീട്ടാൻ അവരാരും ഒന്നും ശ്രമിച്ചിട്ടില്ല എന്നാ. വാപ്പാൻ്റെ കടമുണ്ട്. അപ്പോൾ ഓല് ചോദിക്കും, മക്കൾ വാപ്പ വീട്ടാത്തല്ലേ, എന്തെങ്കിലും വാപ്പാനോട് ചോദിക്കാഞ്ഞ്, വാപ്പ വീട്ടേണ്ട സംഗതിയല്ലേ, അത് ഞങ്ങളറിയില്ല, ഞങ്ങളോട് വാപ്പോട്ട് പറഞ്ഞിട്ടുമില്ല, അങ്ങനെ ഒരു കടമുള്ള പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഞങ്ങളെ ബാധ്യസ്ഥരല്ല എന്ന് പറഞ്ഞാൽ ആ കടം കൊടുക്കാതെ തിരിഞ്ഞു പോവാൻ. എൻ്റെ കടം വീട്ടാൻ പോലും എൻ്റെ സ്വത്ത് ഉപയോഗപ്പെടുത്താത്ത മക്കൾ എന്നാൽ എൻ്റെ സ്വത്ത് ഓരി വെച്ച് ഒരു സുഖമായി സമൃദ്ധിയിൽ ജീവിക്കുന്നുണ്ട്. അപ്പം നമ്മൾ അറിയേണ്ട ഒരു സംഗതി എന്താ അറിയുക, വെറുതെ അല്ല, റസൂലുള്ളാഹി പറഞ്ഞല്ലോ, നമ്മൾ വസിയത്ത് ചെയ്യാനുണ്ടെങ്കിൽ വസിയത്ത് എഴുതി വെക്കണം. കാരണം എന്താ, എപ്പോഴാണ് മരിക്കുക എന്ന് പറയാൻ പറ്റൂല, പിന്നെ അതിന് രേഖയുണ്ടാവില്ല. അതിന് മക്കൾ തന്നെ മക്കളോട് പറയണ്ടേ ഒരു വസിയത്തിന്, മക്കളെ എനിക്ക് ഇത്ര രൂപ ഇന്നാൾക്ക് കൊടുക്കാണ്ട്, അത് ഞാൻ മരിച്ചാൽ ഇന്നത് വീട്ടിൽ നിങ്ങൾ ചെയ്യണം, കിട്ടാനുള്ളതും പറഞ്ഞു. അതുപോലെ തന്നെയാണ് ചില സംഗതികളൊക്കെ നമുക്ക് ചിലപ്പോൾ പറഞ്ഞാൽ ആദ്യത്തിൽ പറഞ്ഞാൽ പ്രയാസങ്ങളുണ്ടാവും. അപ്പം അങ്ങനത്തെ സംഗതികൾ ഈ മുഹമ്മദ് നാബിൽസി എന്ന് പറഞ്ഞ് ഒരു വിദേശ ഈ വലിയൊരു കോളമിസ്റ്റാണ്, ഇസ്ലാമിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഇസ്ലാമിനെക്കുറിച്ച് കാര്യമായി എഴുതുന്നൊരു മനുഷ്യനാണ്. അദ്ദേഹം ഒരു സംഭവം പറയുന്നുണ്ട്. അയാൾ എടുത്ത് വന്നൊരു വിഷയം പറയണം. ഒരു പെണ്ണിൻ്റെ ഭർത്താവ് മരിച്ചു. ഭർത്താവ് മരിച്ചപ്പോൾ ഭർത്താവ് ഉപയോഗിക്കണ മേശയും അൽമാരയൊക്കെ ഒന്ന് ക്ലീനാക്കുകയാണ്. കുറേ കടലാസ് പണ്ടേ കറണ്ട് ബില്ല് അടച്ചത്, സക്കാത്ത് കൊടുത്ത്, അതിൻ്റെയൊക്കെ ബില്ലൊക്കെ അങ്ങനെ വെറുതെ കൂട്ടിയിട്ടിട്ടുണ്ട്. അതൊക്കെ എടുത്ത് ഇങ്ങനെ ക്ലീനാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു എഴുത്ത് കിട്ടിയല്ലോ. ആ എഴുത്തിൽ എന്താ വെച്ചാൽ മൂപ്പർക്കൊരു ഭാര്യയും വേറെ മക്കളുണ്ട്, അതിൻ്റെ രേഖയാണ് അതിലുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കണോ, നമ്മളെ നാട്ടിലാണ് ആ എഴുത്ത് കിട്ടിയോടി പ്രഷറും കെട്ട് കൂടും. അയാൾക്കോ ഇയാൾക്ക് സ്വകാര്യമായിട്ട് വേറെ ഭാര്യ മക്കളോ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ,
ആ പെണ്ണ് ജീവിതത്തിൽ കാണാത്ത തൻ്റെ ഭർത്താവിൻ്റെ ഭാര്യ അന്വേഷിച്ച് പുറപ്പെട്ടിട്ട് നിങ്ങളുടെ ഭർത്താവായ എൻ്റെയും ഭർത്താവ് ഇതാ മരിച്ചിരിക്കുന്നു, അതുകൊണ്ട് 8/1 നമുക്ക് അവകാശമുണ്ട്, അതിൻ്റെ പകുതി നിങ്ങൾക്ക് ഇതാന്ന് പറഞ്ഞ് കൊടുത്തേൽപ്പിക്കുന്നൊരു സംഭവം ധരിക്കുന്നുണ്ട് അദ്ദേഹം. എന്നാൽ അദ്ദേഹം പറയുന്നുണ്ട് അങ്ങനത്തെ ആളുകൾ ഇന്നുണ്ട്. നമ്മൾ സഹാബിയുടെ ചരിത്രം പറഞ്ഞ അന്ന് അങ്ങനെയായിരുന്നു എന്ന് മാത്രമല്ല, ഇപ്പോഴും കൃത്യമായി ആ ഒരു കടലാസ് കിട്ടിയത് കൊണ്ടാണ് ആ ഭാര്യയ്ക്ക് വിവരം അറിയുന്നത്. കാരണം എന്താ അറിയോ, മനസമാധാനത്തോടെ ജീവിക്കാൻ അത് അറിയണ്ടെന്ന് മൂപ്പർ വെച്ചിട്ടുണ്ടാവും. എല്ലാ സംഗതികളും പറയാൻ കഴിഞ്ഞോളന്നില്ല. അപ്പോൾ വസിയത്തായിട്ട് എഴുതി വെച്ചിട്ട്, ഇപ്പോൾ കേരളത്തിലെ ഒരു പ്രമുഖനോട് പറഞ്ഞു ഒരു ഓപ്പറേഷന് പോവാണ്. അപ്പോൾ ഓപ്പറേഷന് പോകുമ്പോൾ അല്പം മരിച്ചും പോയിട്ടോ, ആ ഓപ്പറേഷനിൽ ഡോക്ടർ പറഞ്ഞു വിജയ സാധ്യത 5%, 95% മരിക്കും. അയാൾ പറഞ്ഞു ആയിക്കോട്ടെ 5-ൽ പെടും, അല്ലാതെ പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ കടന്നാലോ ഓപ്പറേഷൻ ചെയ്യാതിരുന്നാലോ ഒരു ജീവച്ഛവം പോലെ അങ്ങനെ കിടക്കും, കുറച്ച് കാലം അല്ല കണക്കാക്കി അത്രേ. ഇതാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ അയാൾ ഒരു വസിയത്ത് എഴുതി. വസിയത്ത് എഴുതിയിട്ട് അയാളുടെ മകൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു ഞാൻ മരിച്ചാൽ ഇത് പൊളിച്ച് വായിക്കുക, എല്ലാ മക്കളെയും കൂട്ടി പൊളിച്ച് വായിക്കുക, മരിച്ചില്ലെങ്കിലോ തുറക്കാൻ പാടില്ല, അത് എന്നെ തന്നെ തിരിച്ചേൽപ്പിക്കണം എന്നാണ്. അയാൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. ഓപ്പറേഷൻ കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് കാറെടുത്ത് അയാളെ വീട്ടിലേക്ക് പോവാണ്. പോകുമ്പോൾ വലിയ മകനാ വസിയത്ത് ഏൽപ്പിച്ചു പറഞ്ഞു ഇതപ്പാ നിങ്ങൾ ഏൽപ്പിച്ചു. എന്നിട്ട് അവനൊരു ചിരിയായിരുന്നു. കാരണം എന്താ ചിരിക്കാൻ കാരണം, ഇതെന്താണെന്ന് അറിയില്ലല്ലോ. അപ്പം ഇത് വായിക്കാമെന്നൊക്കെ കരുതിയിരുന്നതാ, പക്ഷേ വായിക്കാൻ കഴിഞ്ഞില്ല. പിന്നെ 4-5 കൊല്ലം ജീവിച്ചിട്ടാണ് അയാൾ മരിച്ചു പോകുന്നത്. അപ്പം ഞാനും മുപ്പൊരു തമാശ ഏതായാലും ആ വസിയത്ത് തന്നെ മതിയല്ലോ ഇനിയിപ്പോൾ ആ വസിയത്ത് തന്നെ മതി, മേശയിൽ വെച്ചാൽ മതിയല്ലോ, മരിച്ചിട്ട് എടുത്തോട്ടെ. ഞാൻ സൂചിപ്പിക്കുന്നത് നമ്മൾ വസിയത്ത് ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ വസിയത്ത് ചെയ്തേ പറ്റൂ. അത് നമ്മൾ അറിയണം. കാരണം അതിൻ്റെയൊക്കെ ഒരു ഗൗരവം നമുക്കൊന്നും ഇഞ്ഞും കാലല്ലേ, ഒക്കെ ആക്കുമ്പോഴാ ചെയ്യുക, പിന്നെ സമയമുണ്ടല്ലോ എന്ന് വിചാരിക്കുന്നതിൽ അർത്ഥമില്ല. നമ്മൾ ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ നമ്മൾ തന്നെ ചെയ്തു വെക്കണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പലപ്പോഴും ഉപദേശിക്കുന്നൊരു ഉപദേശം കൊണ്ട്, നീ രാത്രി ചെയ്യേണ്ടുന്നൊരു പ്രവൃത്തി രാവിലേക്ക് വെക്കരുത്. ഇനിയിപ്പോൾ നാളെ വേഗം വൈകുന്നേരമായില്ല, ഇനി നാളെ ആക്കാം. പക്ഷേ നാളെ നമ്മൾ ഉണ്ടാവുന്ന എന്താ ഉറപ്പ്? റസൂലുള്ളാഹി പറഞ്ഞ അങ്ങനെയാണല്ലോ, ഇദാ അസ്ബഹത ഫലാ തൻതളിരിൽ മസാ, നീ നേരം വെളുത്താൽ വൈകുന്നേരമാകുമെന്ന് പ്രതീക്ഷിക്കണ്ട, വൈകുന്നേരമായാൽ നേരം വെളുക്കുമെന്നും പ്രതീക്ഷിക്കണ്ട. അതുകൊണ്ട് ആരോഗ്യമുള്ള സമയത്ത് കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ പ്രവർത്തനങ്ങളിൽ നമുക്കെമ്പാടും അമൽ സാലിയാത്തുകളെ വർദ്ധിപ്പിച്ച് മരണത്തിൻ്റെ മുമ്പ് അമലുകളൊക്കെ സുദൃഢമാണ് എന്ന് ഉറപ്പുവരുത്തി മുന്നോട്ട് പോവാൻ നമ്മൾ ഒരുങ്ങേണ്ടതുണ്ട്. അതാണ് ഞാൻ ഓതി വെച്ച ആയത്ത്, ഐനമാക്കുന്തും, നിങ്ങൾ എവിടെയാണെങ്കിലും കേട്ടോ, ഈ ഭൂമിയിൽ എവിടെയാണെങ്കിലും, യുദ്രിക്കുമുൽ മൗത്തു, മരണം നിങ്ങളെ പിടികൂടും, വലൗ കുന്തും ഫീ ബുറൂജി മുശയ്യദ, നിങ്ങൾ വലിയ ശക്തമായ കോട്ടക്കുള്ളിലാണെങ്കിൽ പോലും, പാറാവുകാരും സെക്യൂരിറ്റിക്കാരൊക്കെ അകമ്പടിയുള്ള എല്ലാ ഡോക്ടർമാരുടെയൊക്കെ സേവനം സദാ കിട്ടിക്കൊണ്ടിരിക്കുന്ന വലിയ സൗകര്യങ്ങളുടെ നടുവിലാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിലും അള്ളാഹ് കണക്കാക്കിയ സമയത്ത് നിങ്ങളുടെ മരണം വരും. അതിൻ്റെ മുമ്പ് നമ്മുടെ പ്രവർത്തനങ്ങളെ നന്നാക്കി തീർക്കാനും അവിടുത്തെ മീസാനിൽ കനം തൂങ്ങുന്ന പ്രവർത്തനങ്ങൾക്ക് മാത്സര്യപൂർവ്വം പങ്കെടുക്കാനും നമ്മൾ ശ്രമിക്കുക, പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. റബ്ബന ആതിന ഫി ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ.